നമസ്കാരം. അപ്പ ടി വി വോയിസ് ഓഫ് വള്ളികുന്നത്തിൻ്റെ കാഴ്ചകൾ ഓരോ തലങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു നാഷണൽ അത്ലറ്റിൻ്റെ തന്നെ അടുത്താണ്. മിസ്റ്റർ ക്ലാസിക് ഇന്ത്യ വിന്നറായിട്ടുള്ള നിതിൻ വൈദേവാണ് ഇന്ന് നമ്മളോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. വെൽക്കം നിതിൻ. നിതിൻ, ഈ ശരീര സംരക്ഷണം, ശരീരപുഷ്ടി, ബലം, ഇങ്ങനെ കുറേ അധികം കാര്യത്തിനാണ് നമ്മളെല്ലാവരും ജിമ്മിൽ പോകുന്നതായിട്ട് നാച്ചുറലി നമുക്കൊക്കെ അറിവുള്ളത്. അപ്പോൾ ഒരു പ്രൊഫഷനായിട്ട് അത് സ്വീകരിക്കാനുള്ള റീസൺ എന്താണ്? പ്രൊഫഷനായിട്ട് സ്വീകരിക്കാനുള്ള റീസൺ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര മെലിഞ്ഞിരുന്നിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ കോളേജ് ടൈമിലൊക്കെ ഒരു മറ്റുള്ളവരുടെ മുന്നിൽ നിൽക്കുമ്പോഴും അല്ല ആ ഒരു അവശതാബോധം തോന്നിയിട്ടാണ് അത് ജിമ്മിലോട്ട് പോകുന്നത്. അപ്പം അത് കഴിഞ്ഞ് ഇത് വർക്കൗട്ട് ചെയ്ത് നമ്മൾ തന്നെത്താൻ ട്രാൻസ്ഫോമായി വരും തോറും നമ്മുടെ ബോഡി ഇഷ്ടപ്പെട്ടു തുടങ്ങി. അപ്പോൾ നമ്മൾ മാറി വരും തോറും നമ്മളുടെ അതിപ്പം വിസിബിളി ഉള്ള ചേഞ്ച് അല്ലാതെ നമ്മുടെ ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള റുട്ടീൻ പോലെ പോകുന്നു. രാവിലെ എണീക്കുന്നു, ജിമ്മിൽ പോകുന്നു, കറക്റ്റ് സമയത്ത് വർക്കൗട്ട് ചെയ്യുന്നു. അപ്പം ടോട്ടലി മുന്നലത്തെക്കാട്ടിലും നമ്മളുടെ ഒരു ഡെയിലി റുട്ടീൻ മാറുക ചെയ്യുന്നത്, ബെറ്റർ ആയിട്ട് മാറുക ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ മുതൽ നമ്മൾ ഉറങ്ങുന്ന സമയം, നമ്മൾ എണീക്കുന്ന സമയം ടോട്ടലി മാറുക ചെയ്യുന്നത്. അപ്പം ജിമ്മിൽ പോകുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെയും ഗുണങ്ങളുണ്ട്. അവിടുന്ന് അത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു രീതിയിലോട്ട് വന്നപ്പോൾ ഇതിനോടൊരു പാഷൻ തോന്നി. അങ്ങനെ കൂടുതൽ ഇതിലോട്ട് വന്ന് അങ്ങനെ ബോഡി ബിൽഡിങ് ചെയ്യാമെന്ന് കരുതി ചെയ്ത് ഇപ്പം ഈ ഒരു നാഷണൽ ലെവൽ വരെയൊക്കെ എത്തി നിൽക്കുന്നു. കോളേജ് കാലഘട്ടത്തിലെ മെലിഞ്ഞ ഒരു പയ്യന്റെ മനസ്സിൽ തോന്നിയ ഒരു ആഗ്രഹമാണ് ഇപ്പൊ ഈ ഒരു നാഷണൽ അത്ലറ്റിന്റെ ലെവൽ വരെ എത്താനുള്ള റീസൺ അല്ലേ? അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് കുറെ അധികം ട്രോഫീസും കുറെ അധികം ഉപഹാരങ്ങൾ കാണാൻ സാധിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ അച്ചീവ്മെന്റ്സ്? ഓക്കെ, ഞാൻ ബോഡി ബിൽഡിങ് അച്ചീവ്മെന്റ്സ് തുടങ്ങുന്ന കഴിഞ്ഞ വർഷം. അതിന് മുന്നേ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മുന്നേ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത് 2018-20 ആ ഒരു ടൈമിലായിരുന്നു. പക്ഷെ ആ സമയത്തെന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഈ വണ്ണം വെക്കാൻ വേണ്ടി ജിമ്മിൽ പോയി അവിടുന്ന് കിട്ടിയ അറിവ് വെച്ച് കുറച്ച് ഒന്ന് ശരീരമൊക്കെ മാറി വന്നപ്പോൾ ഒന്ന് പങ്കെടുത്ത് നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് ആദ്യമായിട്ട് ഒരു സ്റ്റേജിലോട്ട് നമ്മൾ ഇറങ്ങി ചെല്ലുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ മനസ്സിലായി നമ്മൾ നോർമലി ജിമ്മിൽ ചെയ്ത് അവിടെ പോയി നിൽക്കുന്നതല്ല ബോഡി ബിൽഡിങ് എന്നുള്ളത്. അപ്പം കുറച്ചുകൂടെ നമുക്ക് അവിടെ കിട്ടിയ ഒരു തോൽവിയാണ്, അല്ലെങ്കിൽ മുന്നോട്ട് നമുക്ക് നന്നായിട്ട് ചെയ്യണം എന്നുള്ള ഒരു രീതിയിലേക്ക് വന്നത്. അവിടുന്നൊക്കെ പിന്നെ കോളേജ് ടൈം കഴിഞ്ഞു, ജോലിയുടെയൊക്കെ കാര്യങ്ങളായി. പക്ഷേ എന്തോ കണക്റ്റ് ആവുന്നില്ല ജോലി, നമ്മൾ ഇതിനോടൊരു പാഷൻ നിൽക്കുന്നത്. അങ്ങനെ കൂടുതൽ ഇതിലോട്ട് ഫോക്കസ് ചെയ്ത് ഫസ്റ്റ് കഴിഞ്ഞ വർഷം ഒരു കോമ്പറ്റീഷൻ ചെയ്തു. മിസ്റ്റർ ആലപ്പുഴ ഡിസ്ട്രിക്ട് ലെവലിലാണ് തുടങ്ങുന്നത്. അതിൽ 65 kg ഗോൾഡ് വിന്നറായിരുന്നു ബോഡി ബിൽഡിങ്ങിൽ. അവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് നെക്സ്റ്റ് WFF വേൾഡ് ഫിറ്റ്നസ് ഫെഡറേഷൻ എന്ന് പറഞ്ഞൊരു ഇതിൻ്റെ അണ്ടറിലാണ് നമ്മൾ ചെയ്തത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വന്നിട്ട് ഒരു നാഷണൽ കോമ്പറ്റീഷൻ്റെ മിസ്റ്റർ ഇന്ത്യ കോമ്പറ്റീഷൻ്റെ
കേരള ടീം സെലക്ഷൻ്റെ ഒരു മെസ്സേജ് വന്നു, നോട്ടിഫിക്കേഷൻ വന്നു. അങ്ങനെ അതിൻ്റെ ട്രയൽ സെപ്റ്റംബറിൽ പോയി അറ്റൻഡ് ചെയ്ത് കേരള ടീമിൽ കയറി. ഞങ്ങൾ കേരള ടീമിൽ 25 പേരോളമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടുന്ന് മുന്നോട്ട് പോയി ഒരു കോമ്പറ്റീഷൻ രാജസ്ഥാനിൽ വെച്ചിട്ടായിരുന്നു, ജയ്പൂരിൽ. അവിടെ ഒരു നല്ല കോമ്പറ്റീഷൻ കാഴ്ചവെച്ചു. അതിൻ്റെ നെക്സ്റ്റ് ലെവലായിട്ട് ക്ലാസിക് ഇന്ത്യ ഗുജറാത്തിൽ പങ്കെടുത്തു. അവിടെ വന്നിട്ട് 2 കാറ്റഗറി, ബോഡി ബിൽഡിങ്ങിൽ ഗോൾഡും മെൻസ് ഫിസിക് എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറിയിൽ സിൽവറുമാണ് കിട്ടിയത്. വീണ്ടും നാട്ടിൽ വന്നു. പിന്നെ ട്രിവാൻഡ്രത്ത് വെച്ചിട്ട് മിസ്റ്റർ കേരള മത്സരത്തിൽ വീണ്ടും ഗോൾഡ് 65 kg. പിന്നെ റീസെൻ്റ് ആയിട്ട് ലാസ്റ്റ് കോമ്പറ്റീഷൻ ആലപ്പുഴ വീണ്ടും ഒന്നുകൂടെ ചെയ്തു. കഴിഞ്ഞ വർഷം ഒരു കാറ്റഗറി ആയിരുന്നെങ്കിൽ ഈ വർഷം ആലപ്പുഴ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ ആകാൻ പറ്റി. ചാമ്പ്യൻ എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാവർക്കും ഓക്കെ, ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ എന്ന് പറയുന്നത് എൻ്റെ കാറ്റഗറിയിൽ മത്സരിച്ച എല്ലാവരെക്കാട്ടിലും ടോപ്പ് ലെവലിൽ വന്നിട്ട് നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണ് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വേറെ ചോദ്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഒരു ആസ് എ പാർട്ടിസിപ്പൻ്റ് ആയിട്ട് മാറുമ്പോൾ നമ്മൾ കാഴ്ചക്കാർ, മീൻസ് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല, പുറത്ത് നിൽക്കുന്ന ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാൾക്ക്. പക്ഷേ ഈ പാർട്ടിസിപ്പേഷനൊക്കെ കാണുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടൊരു എന്തോ സ്കിന്നിൽ യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു നോർമൽ ഒരു മനുഷ്യന്റെ സ്കിന്നിന്റെ രീതി അല്ലല്ലോ. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ എത്താൻ വേണ്ടി നമ്മൾ കണ്ടീഷൻ ചെയ്യുമായിരിക്കുമല്ലോ. അപ്പോൾ ആ കണ്ടീഷനിൽ എത്താൻ വേണ്ടി എന്തൊക്കെ ഒരു പാർട്ടിസിപ്പന്റിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തുന്നത്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മളിപ്പം എല്ലാവരും ആ ഒരു സ്റ്റേജിലായിരിക്കും നമ്മളെ കണ്ടിട്ട് വിലയിരുത്തുന്നു, ഒന്നാമത്തെ കാര്യം. പക്ഷെ നമ്മൾ ആ ഒരു സ്റ്റേജിൽ എത്തണമെങ്കിൽ ഒരു മിനിമം 8 months എങ്കിലും നമ്മൾ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. ആ ഒരു കണ്ടീഷൻ, അന്നത്തെ കണ്ടീഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ 8 മാസം മുന്നേ തുടങ്ങുന്ന ഒരു ഇതിൽ നിന്നാണ്. അപ്പം ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഒരു 10-65 kg കാറ്റഗറിയിൽ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യം എൻ്റെ വെയിറ്റ് കൂട്ടണം, എൻ്റെ മസിൽ വോളിയം കൂട്ടണം, മസിൽ മാസ് കൂട്ടണം. അപ്പോൾ നമ്മളൊരു ആദ്യത്തെ 2-3 മാസമെങ്കിലും ഒരു 10-80 kg 82 kg അത്രയൊക്കെ എത്തിക്കും. അതെ, ഡബിൾ മീൻസ് ഒരു നമ്മളെ ഇപ്പം 65 ആണെങ്കിൽ ഡബിൾ അല്ല, മീൻസ് ഒരു 10-15 kg കൂടുതൽ വെയിറ്റ് ഗെയിൻ ചെയ്യും. അവിടുന്ന് നമ്മൾ വീണ്ടും ആ ഒരു ഫാറ്റ് മാത്രമായിരിക്കും നമ്മൾ മാറ്റി നിർത്തുന്നത് അത്ര ഒരു സൈസിൽ. കാരണം ആ ഒരു 65 kg നമുക്ക് പ്യുവർ മസിൽ മാസ് ഒരു വോളിയം കിട്ടണം നമ്മുടെ ശരീരത്തിന്. അതിന് നമുക്ക് നല്ല രീതിക്ക് ഒരു ഡയറ്റ് നോക്കേണ്ടി വരും. സംഭവം ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്പോർട്ടാണ് ബോഡി ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ. എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ഒരു 1000 രൂപയെങ്കിലും ഒരാൾ പണിക്ക് പോയാൽ ഇങ്ങോട്ട് കിട്ടുന്ന പൈസ നമ്മൾ അങ്ങോട്ട് നമ്മുടെ ബോഡിക്ക് വേണ്ടി ചിലവാക്കേണ്ടി വരും. സ്പെൻഡ് ചെയ്യണമെങ്കിലും മിനിമം അത്രയെങ്കിലും സ്പെൻഡ് ചെയ്യേണ്ടി വരും. നമ്മുടെ സപ്ലിമെന്റ്സ്, ഫുഡ്, ഡയറ്റ്. മീൻസ് ഒരു സാധാരണ മനുഷ്യൻ വണ്ണം വെക്കുന്ന പോലെ തടി വെക്കുന്ന പോലെ അല്ലല്ലോ മസിലിന് വേണ്ടിയിട്ട്. അതെ, അപ്പൊ അതിന് പ്രത്യേക ഫുഡ്, പ്രത്യേക എക്സസൈസ്, അങ്ങനെ എന്തൊക്കെയാണ്? എന്ന് വെച്ചാൽ പ്രത്യേക ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി വണ്ണം വെക്കാൻ ഒരാൾക്ക് നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ഫുഡ് കഴിച്ചോ എന്നിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ വർക്കൗട്ട് ചെയ്താൽ മതി എന്നൊക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ ഗെയിൻ ചെയ്യാൻ നോക്കുന്നത് ഒരിക്കലും കുറച്ച് തടിയല്ല, നമ്മളൊരു മസിൽ മാസാണ്. അപ്പം പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടണം, അതുപോലെ തന്നെ കാർബ്, അതുപോലെ ഫാറ്റ് എല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം കഴിക്കാൻ. അല്ലാതെ നമുക്ക് വെയിറ്റ് കൂട്ടുവാന്നും പറഞ്ഞിട്ട് നമുക്കിപ്പം ഒരുപാട് എടുത്ത് കഴിക്കാനോ അല്ലെങ്കിൽ ഒന്നും പറ്റില്ല. നമ്മൾ കഴിക്കുന്ന ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ആഹാരങ്ങൾ അത് കൃത്യമായിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ പോകുന്നത്. അവിടുന്ന് വന്ന് വീണ്ടും നമ്മളത് ഭക്ഷണം കുറച്ച് പിന്നെ വന്നിട്ടാണ് ഒരു 65 എത്തുന്നത്. ഈ എത്തി ലാസ്റ്റ് ഈ ചോദിച്ചാലുള്ള ഉത്തരം പറയാം. ലാസ്റ്റ് നമ്മളങ്ങനെ കാണാൻ പറ്റുന്ന എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഒരു വെയിറ്റ് എല്ലാം ലോസായി നമ്മൾ ലാസ്റ്റ് സ്റ്റേജിന് മുന്നായിട്ട് കുറച്ച് ബോഡി ഡ്രൈ ആക്കും. അപ്പോൾ വാട്ടർ ഇൻടേക്കൊക്കെ ഒന്ന് കുറച്ച് നമ്മൾ ഫുള്ളി ഡ്രൈ ആവും സ്കിന്നും കാര്യങ്ങളൊക്കെ. എന്നിട്ട് നമ്മൾ ബോഡിയിൽ ടാൻ യൂസ് ചെയ്യും, ടാൻ ചെയ്യും ബോഡിയിൽ. ആ ഒരു ടാനാണ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. ആ സമയം നമ്മൾ ഡ്രൈ ആയിട്ട് നിന്നില്ലെങ്കിൽ ഫുള്ളി സ്വെറ്റ് ആവും. സ്വെറ്റ് ആകുമ്പോൾ കണ്ടീഷൻ നന്നായിട്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് വാട്ടർ ഇൻടേക്ക് കുറച്ച് ഒന്ന് ഡ്രൈ ആയി കണ്ടീഷൻ നിൽക്കുന്നതും ടാൻ ചെയ്യുന്നതും. പിന്നെ അവിടെ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു പ്രൊജക്ഷൻ കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ അത് പുറത്തുനിന്നുള്ള എന്തോ ഒരു മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്? അല്ല, ടാൻ എന്ന് പറയുമ്പോൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. ബോഡി ബിൽഡിംഗ് പർപ്പസിന് മാത്രമായിട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു മേക്കപ്പ് ഫൗണ്ടേഷനൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ കോമ്പറ്റീഷന് മുന്നേ ഇറങ്ങുമ്പം ബോഡി മസ്കുലറായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ടാൻ ചെയ്യുന്നതേ ഉള്ളൂ. ഒരു ഏതൊരു മേഖലയും നമ്മൾ വിജയിക്കുന്ന സമയത്ത് ഒന്നും പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റുന്നതല്ല. അതൊരു ശരീരത്തെ തയ്യാറാക്കി എടുക്കുക എന്ന് വെച്ചാൽ ഇറ്റ്സ് മോർ ഡിഫിക്കൽട്ട് അല്ലേ? അപ്പോൾ പെട്ടെന്നൊരു സമയത്ത് നമുക്ക് വിചാരിച്ചാൽ എത്തിച്ചേരാൻ പറ്റുന്നൊരു മേഖലയല്ലെന്ന് നിതിൻ കുറച്ച് മുമ്പ് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലേക്കുള്ള യാത്ര എവിടെ തുടങ്ങി, എങ്ങനെ സഞ്ചരിച്ചു, ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ആ ഒരു അപകർഷതാബോധത്തിൽ നിന്നാണ് വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടിയതും. അതുപോലെ നമ്മൾ
സ്വന്തം ബോഡി ട്രാൻസ്ഫോം ആകുമ്പം കിട്ടിയ ആ ഒരു മോട്ടിവേഷനും കാര്യങ്ങളുമാണ് ഇന്ന് ഈ ഒരു ലെവലിൽ എത്താൻ പറ്റിയത്. ഇന്ന് ഈ ലെവലിൽ എത്തിയെന്ന് ഞാൻ പറയുമ്പോൾ ഇപ്പം ഡിസ്ട്രിക്ട് ലെവലിലായാലും മിസ്റ്റർ ആലപ്പുഴ, അത് കഴിഞ്ഞ് മിസ്റ്റർ കേരള, ഇപ്പോൾ ഒരു മിസ്റ്റർ ക്ലാസിക് ഇന്ത്യ ലെവലിൽ വന്ന് നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ ആ ഒരു സന്തോഷം ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. കഴിഞ്ഞ ഒരു 8 വർഷമായിട്ടുള്ള ഒരു വർക്കൗട്ട് ബാക്ക്ഗ്രൗണ്ടിൽ കൂടിയാണ് ഇന്നിവിടെ. പിന്നെ തീർച്ചയായിട്ടും അല്ലാതെ ഇന്ന് കാണുന്ന പോലെ അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് വേണം എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഇവിടെ വരുന്ന ഒരാളാണെങ്കിൽ പോലും, ഇപ്പോൾ സിംപ്ലി പറയുകയാണെങ്കിൽ ഇവിടെ നിന്നല്ല, എല്ലാ ജിമ്മിലും വരുന്ന ഒരാൾ ചിലപ്പോൾ കല്യാണം അടുപ്പിച്ചൊക്കെ ആയിരിക്കും വരുന്നത്. നാട്ടിൽ വന്നിട്ട് പറയാം എനിക്ക് 2 മാസം കൊണ്ട് എനിക്ക് വണ്ണം ഒന്ന് കുറയ്ക്കണം, അടുത്ത മാസം കല്യാണമാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ചിന്താഗതിയാണ് ആൾക്കാർ ഭൂരിഭാഗം. നമുക്കൊരു വെയിറ്റ് ലോസ് കാര്യങ്ങളൊക്കെ ചെയ്യാം ഈ പറഞ്ഞ പോലെ 2-3 മാസം കൊണ്ട്. പക്ഷെ അവരായി ആഗ്രഹിക്കുന്ന പോലത്തെ ഈ റീൽസ് അല്ലെങ്കിൽ വേറൊരാളെ കണ്ടിട്ട് വരുന്ന ആ ടൈപ്പ് ഓഫ് ബോഡി അത് ശരിക്കും 1 മാസം 2 മാസം കൊണ്ടൊന്നും ഉണ്ടാകുന്നതല്ല. അതൊരു ലോങ് ടൈം ഒരു വലിയൊരു ജേണിയാണത്. അത് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ലെവലിൽ എത്തുന്നത്. അപ്പം ഇങ്ങനൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ പറഞ്ഞ പോലെ ഒരുപാട് കേൾക്കുന്നുണ്ട്, പ്രത്യേകമായിട്ടുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി കുറച്ച് നാളും കൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ത് റിസൾട്ട് ആയിരിക്കും ഇതിൽ നിന്ന് കിട്ടുന്നത്? എന്തെങ്കിലും ആഫ്റ്റർ എഫക്റ്റ് അങ്ങനെ പെട്ടെന്നൊരു ശരീരത്തെ മാറ്റിയെടുക്കും? അതെ, ഈ പറഞ്ഞ പോലെ നമുക്ക് 2 രീതിയിൽ ചെയ്യാം, വെയിറ്റ് ലോസ്, ഫാറ്റ് ലോസ്. ഇപ്പോൾ ഈ ആൾക്കാർക്ക് അറിയില്ല, കൂടുതലും പേർക്കും മെലിഞ്ഞ് കണ്ടിരുന്നാൽ മതി. അല്ലെങ്കിൽ ഒത്തിരി തടിയുള്ളവർക്ക് അവർക്ക് പെട്ടെന്ന് മെലിഞ്ഞ് കണ്ടാൽ ഭയങ്കര സന്തോഷം, ഞാൻ വണ്ണം കുറഞ്ഞ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയെന്ന ഒരു ചിന്താഗതിയാണ് ആൾക്കാർക്ക്. പക്ഷേ ഇതുകൊണ്ടൊരു ദോഷമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ വെയിറ്റ് ലോസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെയും കുറയ്ക്കാം. ഇപ്പം ഡയറ്റ് നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഡയറ്റ് നോക്കി കുറച്ച് ഫുഡ് ക്വാണ്ടിറ്റി ഒക്കെ കുറച്ച്, പ്രോപ്പറല്ല ഡയറ്റും കാര്യങ്ങളും, പക്ഷേ ഫുഡിൻ്റെ ഇൻടേക്ക് കുറച്ച് വർക്കൗട്ട് ചെയ്ത് കലോറി ബേൺ ചെയ്ത് വെയിറ്റ് ലോസ് ചെയ്യുക. പക്ഷേ അവർക്ക് കുറയുന്ന വെയിറ്റ് എന്ന് പറയുമ്പം അവരുടെ മസിൽസ് പ്ലസ് ഫാറ്റാണ് കുറയുന്നത്. അപ്പോൾ പെട്ടെന്നൊരു റിസൾട്ട് കിട്ടും, അപ്പോൾ അവർ ഓക്കെയാണ്. പക്ഷേ അത് കാരണം ഭാവിയിൽ വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര ടയർഡ്നെസ് ഫീൽ ചെയ്യും. അവർക്ക് മസിൽസ് ഇല്ല, അതും പ്ലസ് ഫാറ്റാണ് ഈ ലോസ് ആകുന്നത്. അപ്പോൾ അവർക്ക് ഭയങ്കര ടയർഡ്നെസ് ഫീൽ ചെയ്യാം, അവർ ആക്റ്റീവ് അല്ലാത്തൊരു സിറ്റുവേഷനിലൊക്കെ വരാം. അവർക്ക് പക്ഷേ ഭയങ്കര ഒരു സന്തോഷമായിരിക്കും അവർക്ക് വെയിറ്റ് കുറഞ്ഞാണ്. പക്ഷേ നേരെ മറിച്ച് നമ്മൾ പ്രോപ്പർ ഡയറ്റിലൂടെ അല്ലെങ്കിൽ ഒരു വെയിറ്റ് ലോസ് ചെയ്യുകയാണ്, ഫാറ്റ് ലോസ് ചെയ്യുകയാണ്. മീൻസ് നമ്മൾ അവിടെ ഫാറ്റിനെ മാത്രമേ ലോസ് ചെയ്യാൻ ശ്രമിക്കുന്നുള്ളൂ. അതിന് പ്രോപ്പർ ഡയറ്റ് നോക്കണം. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് വന്നിട്ട് നമുക്ക് ഒരു 1 മന്തിൽ 4 kg വേണമെങ്കിൽ കൂട്ടാം. അങ്ങനെയൊക്കെ കുറച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്ററായിട്ട്, മച്ച് ബെറ്ററായിട്ട് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യും, പ്രോപ്പർ ഡയറ്റൊക്കെ നോക്കി വർക്കൗട്ടൊക്കെ നോക്കി പോവുകയാണെങ്കിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകളും പെട്ടെന്ന് വെയിറ്റ് ലോസ് ചെയ്യാൻ, ഗെയിൻ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം ആൾക്കാർ പൈസ കൊടുത്തിട്ട് പട്ടിണി കിടക്കുന്നൊരു സംഭവമുണ്ട്. അത് ഞാനിപ്പോൾ ആരെയും ഇത് ചെയ്യുന്നില്ല, ഈ ന്യൂട്രീഷൻ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരുടെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലോട്ട് അവർ പറയുന്ന ഒരു രീതിയിൽ ക്യാൻവാസ് ചെയ്ത് അതിലോട്ട് പോവുക, എന്നിട്ട് അവരുടെ അഡ്മിഷൻ കുറച്ച് സപ്ലിമെൻറ്റ്സ് മേടിക്കുക. അവർ പറയുന്ന പോലെ അത് കേട്ട് പൈസ കൊടുത്തിട്ട് പട്ടിണി കിടക്കുകയാണ് ചെയ്യുന്നത്. അവർ 10,000-7,000-8,000 രൂപയ്ക്കായിരിക്കും അവർ അതിനുവേണ്ടി മുടക്കുന്നത്. കാരണം കഷ്ടപ്പെടാൻ വയ്യ. ആ സാധനം മേടിച്ച് കഴിച്ചിട്ട് ഭക്ഷണം കഴിക്കാതെ വീട്ടിൽ കിടന്ന് അല്ലെങ്കിൽ അവിടെ അവർ പറയുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റി ചെയ്തിട്ട് റിസൾട്ട് കിട്ടും. പക്ഷെ ആ ചെയ്തവരോടൊക്കെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, അവരത് നിർത്തി കഴിയുമ്പോൾ ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിലും ഒരു മോശം കണ്ടീഷൻ ആയിരിക്കും അവർക്ക്. പിന്നെ കുറച്ചുകൂടെ ഗെയിൻ ചെയ്യും, പിന്നെയും ഗെയിൻ ചെയ്യത്തുള്ളൂ. ഇത് കയറുന്നവർക്കുള്ളൊരു ഡൗട്ടാണത്. നമ്മളിപ്പം ജസ്റ്റ് ജിമ്മിൽ പോയി നമ്മൾ ശരീരമൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ ഓക്കെ ആവുന്ന രീതിയിലായി കഴിഞ്ഞാൽ പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്തില്ലെങ്കിൽ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരുമോ? അതിന് 2 റീസൺ പറയാം. ഒന്ന് നമ്മുടെ ജനറ്റിക്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം സ്വാഭാവികമായിട്ട് ഞാൻ വണ്ണമുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഒരു ജനറ്റിക്സ് ആയിട്ട് നമുക്കൊരു ജനറ്റിക്കലി പ്രകൃതിയുള്ള ഒരു ആളാണെങ്കിൽ നമ്മളിപ്പോൾ എത്ര കുറച്ച് കഴിഞ്ഞിട്ടും നമ്മൾ പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വീണ്ടും പഴയ പോലെ ആവുകയാണെങ്കിൽ വണ്ണം വെക്കും. അതിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ പോലും നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ ഗെയിൻ ചെയ്യുന്നതും ലോസ് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. നമ്മുടെ ഭക്ഷണ രീതി എങ്ങനെയാണ്, നമ്മുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്. അതിപ്പോൾ ജിമ്മിൽ പോകണമെന്നില്ല, നോർമലി നമ്മൾ ഒരു ആക്ടിവിറ്റി ഇല്ലാതെ വെറുതെ കഴിക്കുകയാണ്, അല്ലെങ്കിൽ ഒന്നും കഴിക്കുന്നില്ലെങ്കിൽ പോലും ചിലവരെ കാണാം മെലിഞ്ഞിരിക്കാം, വണ്ണം വെച്ചിരിക്കാം. അത് ജനറ്റിക്സ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇതിനെ ബന്ധപ്പെട്ടിരിക്കും നമ്മുടെ ശരീരം. ഓക്കെ. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു അത്ലറ്റിനെ സംബന്ധിച്ച് ഒരു പ്രോട്ടീൻ പൗഡറിനെ പറ്റി കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ടല്ലോ. പക്ഷേ ഒരു റീൽസും ട്രോൾസും ഒക്കെ കാണുന്ന സമയത്ത്, ജിമ്മുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ കാണുന്ന സമയത്ത് ഇതിനെ ഒന്ന് തമാശയാക്കി അല്ലെങ്കിൽ എന്തോ ഒരു ട്രോൾ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ യൂസ് എന്താണ്, എന്തുകൊണ്ടാണ് ഇത് ട്രോൾ മെറ്റീരിയൽ ആയിട്ടൊക്കെ മാറുന്നത്? അതെ, ഈ ഒരു ചോദ്യം ഞാൻ ഒരു പ്ലാറ്റ്ഫോമിൽ പറയണമെന്ന് ആഗ്രഹിച്ചിട്ട് കുറെ നാളായി. ഒന്നാമത്തെ കാര്യം, താങ്ക് യു സോ മച്ച്.
അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഈ പ്രോട്ടീൻ പൗഡർ അല്ലെങ്കിൽ പ്രോട്ടീൻസിനെ കുറിച്ച് കുറ്റം പറയുന്നവരൊക്കെ പുറത്തിരുന്ന് ഒന്നുകിൽ സെറ്റും വലിച്ച് അല്ലെങ്കിൽ വേറെ രീതിയിൽ ഇരുന്നിട്ടുള്ളവരാണ് ഇത് പറയുന്നത്. നമുക്ക് പറയാം, നമുക്ക് ഇപ്പം ഒരു മസിൽ ഗെയിൻ ചെയ്യണം, ഞാൻ നല്ലൊരു വർക്കൗട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പോട്ടെ, അല്ലെങ്കിൽ ഒരു നോർമൽ ഒരാൾ, ഇപ്പം ഒരു ആക്ടിവിറ്റി ഇല്ല, വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾ. അപ്പോൾ ഇപ്പം നമ്മളുടെ ബോഡി വെയിറ്റ് എത്രയാണോ, ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങളൊരു 60 കിലോ ഉള്ള ഒരാളാണെങ്കിൽ നമ്മുടെ ബോഡി വെയ്റ്റിൻ്റെ അത്രയും പ്രോട്ടീൻ നമ്മൾ ദിവസവും കൺസ്യൂം ചെയ്യണം. ഇപ്പോൾ 60 കിലോ ഉള്ള ഒരാൾ 60 ഗ്രാം പ്രോട്ടീൻ കൺസ്യൂം ചെയ്യണം. അത് നമ്മുടെ വീട്ടിലെ ഫുഡിൽ നിന്ന് നമ്മൾ ചിലപ്പം ചെയ്യുന്നുണ്ടായിരിക്കും, ചിലപ്പം ചെയ്യുന്നില്ലായിരിക്കും. പക്ഷേ വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾ അങ്ങനല്ല. ഇപ്പോൾ ഞാൻ ഒരു 60 കിലോ ഉള്ള ഒരാളാണെങ്കിൽ എൻ്റെ ബോഡി വെയ്റ്റ് ഇൻറ്റു 2.2 എന്ന് വെച്ചാൽ ഞാൻ ദിവസം ഒരു 120, 130, 140 ഗ്രാം പ്രോട്ടീൻ കൺസ്യൂം ചെയ്യണം. ഇത്രയും എനിക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റത്തില്ല. കാരണം ഒരു എഗ് വൈറ്റിലുള്ളത് 3 ഗ്രാം 4 ഗ്രാമാണ്. അപ്പോൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തു, ഞാൻ ഒരു 10-30 മുട്ട തിന്നാൽ പോലും എനിക്ക് വേണ്ടത്ര പ്രോട്ടീൻസ് ഒന്നും കിട്ടത്തില്ല. അതുപോലെ നമ്മൾ കഴിക്കുന്നതിനെക്കാട്ടി സിമ്പിളാണ് നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് നമ്മൾ പ്രോട്ടീൻ സപ്ലിമെൻ്റ് എടുത്തിട്ട് അത് ഷേക്ക് അല്ലെങ്കിൽ നമ്മളത് ലിക്വിഡായിട്ട് കൺസ്യൂം ചെയ്യുന്നത്. അത് നമുക്ക് നല്ലവണ്ണം ഡൈജസ്റ്റും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഇത്രയും പ്രോട്ടീൻ കൺസ്യൂം ചെയ്യേണ്ട ഒരു ആവശ്യം വരുമ്പോൾ അതൊരു നീഡാണ്, ഒരു ബേസിക് നീഡാണ് ഇതിൻ്റെ ഒരു. അല്ലാതെ എനിക്കറിയില്ല എന്തിനാണ് അതിനെ ഇത്രയും ഡീഗ്രേഡ് ചെയ്യുന്നതെന്നൊന്നും. സിംപ്ലി വേ പ്രോട്ടീൻ എന്ന് പറയുന്ന സാധനം നമ്മുടെ പാലിൽ നിന്ന് എടുക്കുന്ന ഒരു സാധനമാണ് വേ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അതിനെക്കാട്ടി പിന്നെ ചീത്ത സാധനങ്ങളാണ് നമ്മളിപ്പോൾ കഴിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന എല്ലാ സാധനത്തിലും പ്രോട്ടീൻ ഉണ്ട്, ആൾക്കാർക്ക് അറിയില്ല. നിങ്ങളിപ്പോൾ ഒരു 5 രൂപയുടെ ലേസ് മേടിച്ച് കഴിച്ചാലും അതിൻ്റെ ബാക്കിൽ ഒരു ന്യൂട്രീഷൻ ഫാക്ടർ എന്ന് പറയുന്ന സാധനങ്ങളിൽ പ്രോട്ടീൻ ഉണ്ട്. എല്ലാത്തിലും പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് വേണ്ടത്ര സഫീഷ്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ സപ്ലിമെന്റ്സ്, ചിക്കൻ, എഗ് വൈറ്റ് ഒക്കെ കൺസ്യൂം ചെയ്യുന്നത്. അല്ല പ്രത്യേകിച്ച് ഒരു ദോഷമില്ല അതുകൊണ്ട്. പിന്നെ ഇത് റോൾ മെറ്റീരിയൽ ആയിട്ടൊക്കെ വരാനുള്ള റീസൺ എന്ന് പറയുമ്പോൾ എന്താ പറയണ്ട, ആൾക്കാർക്ക് തോന്നുന്നത് ഇതെന്തോ ഒരു മാജിക് പൗഡർ പോലെ ആൾക്കാർ കാണുന്നത്. ഇത് മേടിച്ച് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ എന്തോ വലിയൊരാളായിട്ട് തിരിച്ചു വരുമെന്നാണ്. ഒരിക്കലും ഇല്ല, തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ എന്നോട് ചോദിക്കുന്ന പിള്ളേരോടും പറയുന്നത്, ഇൻ കേസ് നിങ്ങൾക്ക് ഡയറ്റ് നോക്കാൻ പറ്റുന്നില്ല പ്രോപ്പറായിട്ട് എങ്കിലും നിങ്ങൾ വേ പ്രോട്ടീൻ മേടിച്ച് പൈസ കളഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം അത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു ഇതും ചെയ്യാൻ പോകുന്നില്ല. നമുക്ക് വേണ്ടത്ര പ്രോട്ടീൻ കൺസ്യൂം ചെയ്യണമെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അല്ല ഡയറ്റ് ഒന്നും നോക്കാണ്ട് വെറുതെ പ്രോട്ടീൻ മേടിച്ച് കഴിച്ചുകൊണ്ട് ഒരു റിസൾട്ടും കിട്ടത്തില്ല നമുക്ക്. ഇത് ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എക്സസൈസിന്റെ കാര്യം പറഞ്ഞതുപോലെ ഈ പ്രോട്ടീൻ പൗഡറും കൂടി ഉപയോഗിച്ച് നമ്മൾ മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോകണം. ഇതും ഈ സ്റ്റോപ്പ് ചെയ്താൽ ശരീരത്തെ ബാധിക്കില്ല. കാരണം ഇത്ര കണ്ടന്റ് പ്രോട്ടീൻ ശരീരത്തിൽ ചെന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതും പെട്ടെന്നൊരു സ്റ്റോപ്പ് ഉണ്ടായാൽ ബാധിക്കില്ല. അതെ, നമ്മളപ്പം വർക്കൗട്ട് നിർത്തുവാണ്. അതാണ് ഞാൻ മുന്നേ പറയുന്നത്. നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് നമ്മുടെ ബോഡി വെയിറ്റ് ഇൻറ്റു 2.2 ഒരു ആവറേജ് റേഞ്ചിൽ പ്രോട്ടീൻ വേണ്ടത്. നമ്മൾ വർക്കൗട്ട് നിർത്തി, അപ്പോൾ നമ്മുടെ ആ ഒരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പ്രോട്ടീൻ നമ്മൾ കൊടുത്താൽ മതി. അത് നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ട് ചിക്കനിലോ ഫിഷിലോ മുട്ടയിലോ അല്ലെങ്കിൽ ഈവൻ ഇപ്പം ഒരു വെജിറ്റേറിയൻ ഒരാളാണെങ്കിൽ പോലും നമുക്ക് സോയയിലോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും നമുക്ക് കൺസ്യൂം ചെയ്യാം. നമുക്ക് ചുറ്റും എല്ലാം ഉണ്ട്, നമ്മളത് കൺസ്യൂം പ്രോപ്പറായിട്ടുള്ള രീതിയിലല്ല ചെയ്യുന്നത്. ഇപ്പം ചിക്കൻ ആയാലും എഗ് ആയാലും എന്തോ ആയിക്കോട്ടെ, നമ്മൾ ഇപ്പം കറി വെച്ച് അല്ലെങ്കിൽ ഒന്ന് കുക്ക് ചെയ്ത് കഴിക്കുന്നത് വേറെ, അത് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന സോഴ്സ് വേറെ ന്യൂട്രീഷൻ. ആ സെയിം സാധനം നമ്മളൊന്ന് വറുത്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്നത് വ്യത്യാസമാണ്. നേരെ മറിച്ച് നമുക്ക് നല്ല സോഴ്സ് കിട്ടുന്നതിനെക്കാട്ടി കൂടുതൽ അതിൽ നിന്ന് വറുത്തിട്ട് കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതലും എന്താ പറയുക ഫാറ്റ് ആയിരിക്കും നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ സെയിം സാധനം കഴിക്കുന്നത് എങ്ങനെ കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അത്രേ ഉള്ളൂ സംഭവം. നമുക്ക് കഴിക്കുന്നതിനെ പറ്റിയും കുടിക്കുന്നതിനെ പറ്റിയും വർക്കൗട്ട് ചെയ്യുന്നതിനെ പറ്റിയും ഒക്കെ നമ്മുടെ കൃത്യമായിട്ടുള്ള തീർച്ചയായിട്ടും ഒരു അറിവ് വേണം. അതില്ലാണ്ട് നമ്മൾ ജിമ്മിൽ പോകേണ്ടും കാര്യമില്ല. അതില്ലാണ്ട് നമ്മൾ എനിക്കിപ്പോൾ അയാളെ പോലെ ആകണം എന്നൊരു ആഗ്രഹം വെച്ചിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ ഒരു 10 പേര് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 2 പേരൊക്കെ കാണത്തുള്ളൂ സ്ഥിരമായിട്ട് പിന്നെ തുടർന്ന് പോകുന്നത്. ബാക്കി 8 പേരെ സംബന്ധിച്ചിടത്തോളം അവരെന്തോ ഇതിലോട്ട് വന്ന് കയറി തിരിച്ചു പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ മാറും എന്നൊരു ചിന്തയായിട്ട് വരുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾക്ക് മുൻവിധി മാത്രമല്ല, നമ്മൾ വന്നു കഴിയുമ്പോൾ നമുക്ക് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞൊരു കാര്യം മസ്റ്റാണ്. നമ്മളിപ്പോൾ രാവിലെ എണീക്കുന്ന ടൈം തൊട്ട് എത്ര ടൈം നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുന്നത്, നമ്മൾ 3 നേരമായിരിക്കും നിങ്ങൾ കഴിക്കുന്നത്, നമ്മളത് കഴിക്കുന്ന 6 നേരം 7 നേരമൊക്കെ ആയിട്ടാണ്. അപ്പോൾ ആൾക്കാർക്ക് ഈ 6 നേരം 7 നേരം പ്രോപ്പർ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് ഡൈജസ്റ്റ് ആവണം, ദഹിക്കണം, ക്വാണ്ടിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ എവറി 2 hours അത് കഴിക്കുന്നത്. അപ്പോൾ 3 നേരം കഴിക്കുന്ന ആഹാരം നമ്മൾ ക്വാണ്ടിറ്റി വലിച്ചു വയറ് നിറയ്ക്കുന്ന രീതി നമ്മൾ എപ്പോഴും ഒരു 60% 70% വയർ ഫിൽ ആവുന്ന രീതിയിൽ കഴിക്കാവുള്ളൂ. മെഡിക്കലി ഉള്ള ഡയറ്റീഷ്യൻസും ഇത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ബാക്കി വയർ നമ്മുടെ ഫ്രീ ആയിട്ടുണ്ട്. പക്ഷെ നമ്മളെന്ന് പറയുമ്പോൾ ഒരു കടയിൽ പോയാൽ മന്തി വയർ നിറച്ച് കഴിച്ച് അതിൻ്റെ കൂടെ ഒരു പെപ്സിയും കൂടെ കുടിച്ചിട്ടേ നമ്മളൊക്കെ തിരിച്ചു വരത്തുള്ളൂ. പക്ഷെ നമ്മൾ എപ്പോഴും ഒരു 60 to 70% ഫില്ല് ചെയ്യുക, ബാക്കി ഫ്രീ ആയിട്ട് ഇടുക വയറിന്. കാരണം അവിടെ അവർക്ക് പ്രവർത്തിക്കാനുള്ള ഒരു സ്ഥലവും അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ നടക്കാനുള്ള ഒരു ഇത് കൊടുക്കണം.
10 മണിക്ക് അത്താഴം കഴിക്കുന്ന ഒരു കണ്ടീഷനാണ് ഇപ്പൊ മലയാളിയുടെ. അപ്പൊ നമുക്ക് അതുകൊണ്ടാണെന്ന് തോന്നുന്നു ജിം ട്രെയിനേഴ്സ് ഒക്കെ കുറച്ച് ഗൗരവക്കാരായിട്ട് കാണപ്പെടുന്നത്. ഗൗരവക്കാരെ മീൻസ് നമ്മള് കുറച്ചുകൂടെ ലൈഫിനെ എന്താ പറയാ ഒരു റുട്ടീൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ നമുക്ക് നടക്കില്ല. സിംപ്ലി നമ്മൾ കഴിക്കുന്ന തൊട്ട് ഉറങ്ങുന്ന സമയം വർക്കൗട്ട് വേണ്ടി ചിലപ്പോൾ എനിക്കിതിപ്പോൾ ഒരു പ്രൊഫഷനാണ്, മീൻസ് എനിക്കിത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരുപാട് പേരുണ്ട് അല്ലാതെ വർക്ക് ചെയ്തിട്ട് ഇതിനു വേണ്ടി ടൈം കണ്ടെത്തുന്നവർ. അപ്പോൾ അവരുടെ ജോലി വേറെ ആയിരിക്കും, പക്ഷെ അവരെയൊക്കെ നമ്മൾ ശരിക്കും ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യണം. കാരണം 9 to 5 ആയിരിക്കും അവരുടെ വർക്കിംഗ് അവറൊക്കെ വരുന്നത് മിക്കവരും. അതിൻ്റെ ഇടയ്ക്ക് ഈ ഫുഡ് നോക്കുക, ഉറക്കം, വർക്കൗട്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാത്തിലും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇതിന് പുറമേ കാണുന്ന ഈ വർക്കൗട്ട് അല്ല ഒരിക്കലും ഇതിൻ്റെ ഏറ്റവും ഫസ്റ്റ് ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ തീരുമാനിക്കുക. സെക്കൻഡ് നമ്മൾ ഒരു ഡയറ്റും കാര്യങ്ങൾ നമ്മുടെ ഫുഡ് റൂട്ടീനിലാണ് മെയിനായിട്ട് നമ്മുടെ ബോഡി ട്രാൻസ്ഫോം ആകുന്നത്. ബാക്കി നമ്മുടെ ഹാർഡ് വർക്കും ഇതിനകത്തുള്ള ഒരു ഇല്ല, നമുക്ക് അങ്ങനെയൊന്നും വരില്ല. അതിനുള്ള പ്രോപ്പർ ന്യൂട്രീഷൻ ആണ് നമ്മൾ ഡയറ്റിലൂടെ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ടയർഡ്നെസ്സും കാര്യങ്ങളൊന്നും വരത്തില്ല. നിതിൻ, നമ്മൾ കുറച്ച് മുമ്പ് കോമ്പറ്റീഷൻ്റെ വിവരങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓരോ സ്റ്റേറ്റ് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്കറിയില്ല ഈ ഒരു കോമ്പറ്റീഷൻ്റെ പിന്നിലെ അല്ലെങ്കിൽ അതിൻ്റെ എഫേർട്ടിനെ പറ്റി. അപ്പോൾ ഒരു കോമ്പറ്റീഷനിലോട്ട് എത്തുന്ന സമയത്ത് അവിടെ എന്തെങ്കിലുമൊക്കെ വെല്ലുവിളികളോ അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് സംതിങ് ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. തീർച്ചയായും എന്തൊക്കെയാണ് അതിൽ മെയിനായിട്ട് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ വെയിറ്റ് ഗെയിൻ ഇത് ചെയ്യുന്ന പോലെയല്ല. ആ ഒരു സ്റ്റേജിനെ തൊട്ട് മുന്നിലത്തെ ഒരാഴ്ച പീക്ക് വീക്ക് എന്ന് പറയും. ആ ഒരു വീക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഡിഫിക്കൽട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അതിന് ഒരു പീക്ക് വീക്കിന് തൊട്ട് മുന്നേ നമ്മൾ ഫുള്ളി കാർബോഹൈഡ്രേറ്റ്സ് എല്ലാം കട്ട് ചെയ്യും. കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിക്ക് എനർജി കിട്ടുന്നത് മെയിൻ സോഴ്സാണ് ഈ കാർബോഹൈഡ്രേറ്റ്സ്. സിംപ്ലി പറയുവാണെങ്കിൽ നമ്മുടെ റൈസ്, ബ്രെഡ്, എന്ത് ഫുഡാണെങ്കിലും കാർബാണ് കൂടുതൽ. നമുക്ക് പ്രോട്ടീൻ മാത്രമേ കൺസ്യൂം ചെയ്യാൻ പറ്റത്തുള്ളൂ ആ ഒരു ടൈമിൽ. അപ്പോൾ നമ്മൾ കഴിക്കുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ എഗ് വൈറ്റും ബോയിൽഡ് ചിക്കനും മാത്രമായിരിക്കും. ആ ഒരു ഭയങ്കര ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ ഉപ്പ് പോലും ആഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെ വരും. ഒരു മിനിമൈസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് തീർച്ചയായിട്ടും ഒരു ഉപ്പ് നമ്മൾ അതിലിപ്പോൾ ആഡ് ചെയ്യണം. ഇപ്പോൾ ഒരു 3 ഗ്രാം കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഗ്രാം ഉപ്പ് നമ്മൾ അളന്നിട്ടായിരിക്കും ആ ഒരു ഫുഡിൽ ആഡ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അതെ, അപ്പോൾ നമ്മൾ അത്രയും ഫുഡ് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കഴിച്ചിട്ട് വരുമ്പോൾ നമ്മുടെ ഒരു എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടലി നമ്മൾ കുറച്ച് മൈൻഡൊക്കെ ഒന്ന് ഡിസ്റ്റർബ്ഡ് ആവും. ഇത്രയും ലോങ് ടൈം വരുന്ന ഒരു ജേർണിയാണിത്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് കുറച്ച് മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മെയിനായിട്ട് വരുന്ന ഒരു പ്രശ്നം അത് കഴിഞ്ഞിട്ട് വരുന്നത് ഈ പറഞ്ഞ പോലെ ഒരു വാട്ടറിൻ്റെ സോഴ്സ് ആയിരുന്നു. നമ്മൾ ഈ ബോഡി ഡ്രൈ ആയിട്ടിരിക്കാനും അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റ് ഇപ്പം ഞാനൊരു 65 ചെയ്യേണ്ട ഒരാളാണ്. എനിക്ക് ഫേസ് ചെയ്തിട്ട് വരുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ ഞാൻ രാജസ്ഥാനിൽ പോയി കോമ്പീറ്റ് ചെയ്ത് തിരിച്ച് ഗുജറാത്തിൽ വന്ന സമയത്തെന്ന് പറഞ്ഞാൽ എൻ്റെ ബോഡി വെയ്റ്റ് 67 ആയി. എനിക്ക് മത്സരിക്കേണ്ട 65-ലാണ്. എനിക്ക് സമയമുള്ളത് 4 മണി വരെ. അപ്പം ആ ഒരു ടൈമിൽ എനിക്ക് വേറെ എൻ്റെ ബോഡിയിൽ നിന്ന് വാട്ടർ കുറയ്ക്കാന്നല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. അല്ലാതെ അന്ന് മോർണിംഗ് 10 to 4 ഇടയ്ക്ക് ഞാൻ കുറച്ചത് 2 കിലോയാണ്. എന്നുവെച്ചാൽ ഒരു ദിവസത്തിൽ ഇത്ര മണിക്കൂറിൽ കുറച്ചേക്കുന്നത് 2 കിലോയാണ്. ആ കുറയ്ക്കുന്നത് നമ്മൾ വെള്ളമാണ് കുറയ്ക്കുന്നത്. അപ്പോൾ കോമ്പറ്റീഷൻ്റെ ടൈമിൽ ഈ ട്രാവലിംഗ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഇഷ്യൂ ഉണ്ടാവും. ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ വാട്ടർ ഇൻടേക്ക് ചിലപ്പം കോമ്പറ്റീഷൻ നമ്മുടെ ബോഡി വെയിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വേരിയേഷൻ വരുവാണെങ്കിൽ വാട്ടർ ഇൻടേക്ക് നമ്മൾ കുറയ്ക്കും. ഡ്രൈ ആവാൻ വേണ്ടി വാട്ടർ ഇൻടേക്ക് കുറയ്ക്കും. ആ ഒരു സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്കൊരു വെള്ളം ഇല്ലാത്തൊരു കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ ആ സ്റ്റേജിൽ പെർഫോം ചെയ്യണം, അത്രയ്ക്കൊരു ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ദാഹിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് സിപ്പ് ചെയ്യാൻ വേണമെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ ബോഡി ഭയങ്കര ഡ്രൈ ആയിരിക്കും. നമ്മളിപ്പോൾ ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കേണ്ട ഒരു ടൈമിൽ ഭയങ്കര നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ആ സമയത്ത് ഫേസ് ചെയ്യാൻ വരുന്നത്. പിന്നെ ട്രാവൽ ചെയ്യുമ്പം നമുക്ക് മെയിനായിട്ട് വരുന്നത് ഫുഡ്. നമ്മൾ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കാം, കഴിക്കാം, അങ്ങനെയുള്ള പ്രശ്നം വരും. അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് ടൈമിൽ കാർബ് ലോഡ് ചെയ്യുക ചെയ്യുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ ഈ ക്യാരി ചെയ്യുക, കഴിക്കുക, പിന്നെ സ്റ്റേ ചെയ്യേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ, പിന്നെ മെയിനായിട്ട് ഈ വാട്ടർ ഇൻടേക്കാണ് മെയിൻ പ്രശ്നം വരുന്നത്. ആ ഒരു വെള്ളം കുടിക്കാതിരുന്നിട്ടാണ് നമ്മൾ ആ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ പുറത്തുനിന്ന് കാണുന്ന ഒരു കാര്യം അത്ര ഹ്യൂജ് ബോഡി ഭയങ്കര ഒരു സംഭവമാണ് കാര്യങ്ങളാണെന്നൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു നിന്ന് പെർഫോം ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ അറിയത്തുള്ളൂ അയാൾ അവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്തും വേണ്ടി കഷ്ടപ്പെട്ടിട്ടായിരിക്കും ആ നിൽക്കുന്നുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് ഫുഡിൻ്റെ കൺട്രോൾ, ഈവൻ നമ്മുടെ ഇമോഷണൽ അല്ലെ മെൻ്റൽ ഹെൽത്തിനെ ഭയങ്കരമായിട്ടും ബാധിക്കും. നമ്മൾ അത് കഴിഞ്ഞിട്ട് ആ ഒരു സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു സിപ്പ് ഒരു വെള്ളം കുടിക്കുമ്പോൾ അല്ലെങ്കിൽ
ഈവൻ നമ്മൾ ടോട്ടലി ഷുഗർ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തിട്ടായിരിക്കും. എനിക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ഷുഗർ ക്രേവിംഗ് ഉള്ള ഒരാളാണ് ഞാൻ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് പോയി ആദ്യം കഴിക്കുന്ന ഒരു ചീസ് കേക്ക് ആയിരുന്നു. എനിക്കിപ്പോഴും നമ്മൾ ആ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്കിനി ലോകത്ത് ആ ഒരു ടൈമിൽ നമുക്കിനി എന്ത് ചെയ്തെന്ന് പറയാൻ പോലും കിട്ടത്തില്ല. പിന്നെ ഭക്ഷണം കഴിക്കുക ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നത്. പക്ഷെ നമ്മളത് ഒരു ലിമിറ്റഡ് എമൗണ്ടിൽ അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയിൽ കഴിച്ചാൽ പ്രശ്നമില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതെല്ലാം മാറ്റി നിർത്തി സ്ട്രിക്ട്ലി സെയിം ഒരു റുട്ടീൻ കുറേ നാൾ ഫോളോ ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ചിക്കൻ എഗ് വൈറ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ. അവിടുന്ന് വന്ന് നമ്മൾ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനാണ്. പിന്നെ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഒരു പച്ചവെള്ളം കുടിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് ഭയങ്കര ഒരു മധുരം ഫീൽ ചെയ്യും. കാരണം ആ ഒരു 2 ദിവസം വാട്ടറിൻ്റെ ഒരു ഇൻടേക്കും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. ബോഡി ഭയങ്കര ഡ്രൈ ആയിരിക്കും. പെർഫോം ചെയ്യുന്ന ടൈമിൽ അതിനെ ബുദ്ധിമുട്ടുകളെ ബാധിക്കും. നമുക്ക് മസിൽ ക്രാംസ് ഉണ്ടാവും. ബോഡി ഡ്രൈ ആയിട്ടിരിക്കുന്നതുകൊണ്ട് മസിൽസ് ഭയങ്കര സ്റ്റിഫായിരിക്കും. മസിൽ ക്രാംസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ സ്റ്റേജിൽ കുറേ പേര് വീണ സിറ്റുവേഷൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ബോഡി ക്രാമ്പ് വരാം, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ തീർച്ചയായിട്ടും മെന്റൽ കൺട്രോൾ നമ്മളെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഈവൻ നമുക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ നമ്മളിപ്പം നമുക്ക് ഫിനാൻഷ്യലി തന്നെ ഭയങ്കര ബുദ്ധിമുട്ട് വരാം. ഇപ്പോൾ ഈ 8 മാസം ഞാൻ പറഞ്ഞു ഒരു ദിവസം 1000 രൂപ സ്പെൻഡ് ചെയ്യണം ഇതിന് വേണ്ടിയിട്ടുണ്ടെങ്കിൽ 8 മാസം ആകുമ്പോൾ നമ്മൾ ആലോചിക്കുക എത്ര ലക്ഷം രൂപയാണ് മുടക്കേണ്ടി വരുന്നതെന്നുള്ള കാര്യം. അപ്പം ഫിനാൻഷ്യലി ഇടയ്ക്ക് നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരാം. ഈവൻ ഫാമിലി ബേസിലായാലും ഇപ്പോൾ നമ്മളുടെ ഒരു റിലേഷൻഷിപ്പ് കാര്യങ്ങളിലാണേലും നമുക്ക് ചിലപ്പം അവർക്കൊക്കെ വേണ്ട രീതിയിൽ നമുക്ക് ആ ഒരു ടൈമിൽ പെരുമാറാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ മോസ്റ്റ്ലി അവരൊക്കെ വിചാരിക്കുന്ന ഇതിൻ്റെ പുറകിന് നടന്ന് ഇങ്ങനെ വരും. പക്ഷെ നമുക്ക് ഉള്ളിൽ മനസ്സിലാവും നമ്മളെ ഒരു മെൻ്റൽ ഹെൽത്ത് ഭയങ്കര മോശമാണ്. സീരിയസ്ലി അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും നമ്മൾ പെട്ടെന്നൊന്നും റിക്കവർ ആവത്തൊന്നുമില്ല. ചുറ്റിലുള്ളവർ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവനിങ്ങനെ നടക്കുന്നു അങ്ങനെ നടക്കുന്നു, അല്ലെങ്കിൽ അത്രയും ഇതായിട്ട് എപ്പോഴും ഇങ്ങനെ ഫുഡ് ചെയ്ത് നമ്മളിങ്ങനെ മസിലിംഗ് കാണിച്ച് നടക്കുന്നു. പക്ഷെ അവരുടെ ഒരു മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് ഒരു അഗ്രഷൻ പോലും കാണിക്കാൻ പറ്റില്ല ആൾക്കാരോട്. കാരണം നമ്മളൊരു സ്പോർട്സ് പേഴ്സൺ ആണ്. നമുക്ക് അതിനൊരു ലിമിറ്റേഷനുണ്ട്. അല്ലെങ്കിൽ നമുക്കൊന്ന് കരയണമെന്ന് പോയി കഴിഞ്ഞാൽ പോലും നമുക്ക് അതിന് പറ്റത്തില്ല. കാരണം അവൻ അത് വെച്ച് അത്ര ശരീരം വെച്ചിട്ടിരുന്ന് കരയുന്നത്. തീർച്ചയായിട്ടും ഇമോഷൻ എന്ന് പറയുന്ന സാധനം ഇറ്റ്സ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ മസിൽസ് ഓർ വിസിബിളി ഓർ ഫിസിക്കിനെ വെച്ചിട്ടല്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സീരിയസ്ലി ചുറ്റും നിൽക്കുന്നവർ വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം. ചുറ്റും നമ്മളുടെ ഒപ്പം നമ്മുടെ ഫാമിലി കാര്യങ്ങളൊക്കെ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം. നമ്മളുടെ ഫാമിലിയാണ് ബേസ്. അതിൽ നിന്നൊരു സപ്പോർട്ട് കിട്ടിയില്ല. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് ചിലപ്പം എൻ്റെ അമ്മയായിരുന്നു എൻ്റെ കാര്യം മൊത്തം നോക്കുന്നത്. കാരണം ഞാനിപ്പോൾ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് ഉണ്ടാക്കി കഴിക്കുന്നതിന് ഒരു ടൈമുണ്ട്. അപ്പം എനിക്ക് ശരിക്കും സപ്പോർട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയായിരുന്നു. അമ്മ സീരിയസ്ലി ഞാൻ ഒരു 60% ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബാക്കി 40% ഇല്ലാതെ പറ്റില്ല. ആ 40% എൻ്റെ ഫുഡാണ്. ആ ഫുഡിൻ്റെ കാര്യം മൊത്തം A to Z നോക്കിയിരുന്ന പുള്ളിക്കാരിയായിരുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു എത്തി നിൽക്കുന്ന നാഷണൽ അത്ലറ്റിൻ്റെ വിജയത്തിൽ കൃത്യമായൊരു പങ്ക് അമ്മയ്ക്കും ഒരുപാട് എന്ന് വെച്ചാൽ അമ്മയ്ക്കും അച്ഛനും അതുപോലെ തന്നെ എന്തെങ്കിലും ഫിനാൻഷ്യലി കാര്യങ്ങളൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ട് വരുമ്പോൾ സംസാരിക്കും. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ ഗൈഡൻസ് ഓഫ് കോഴ്സ് രണ്ടുപേരും ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നെങ്കിൽ പോലും നമുക്ക് എല്ലാ സമയത്തും അവർക്ക് വേണ്ട ചിലപ്പോൾ എനിക്ക് പറ്റിയെന്ന് വരത്തില്ല. അവർക്ക് വേണ്ട സമയത്ത് അവരുടെ കൂടെ നിൽക്കാനോ അല്ലെങ്കിൽ ആ ഒരു സമയം, പക്ഷെ അത് അവർക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമുക്കും അത് തന്നെ. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. നമുക്ക് ഇവൻ സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോട്ടലി ഒരു എന്ത് ആയി പോകുന്നോ പറയാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലൊക്കെ ആയിരിക്കും ആ ഒരു ടൈമിൽ വരുന്നത്. പുറമേ കാണുന്ന ഒരു സ്റ്റേജിൽ നമ്മൾ അച്ചീവ്മെൻറ്റ്സ് കിട്ടുന്നതിന് മുന്നേ വരെയുള്ള ഒരു ടൈം എന്ന് പറയുന്നത് ഒരുപാട് ഡിഫിക്കൽട്ട്. നമ്മളൊരു അച്ചീവ്മെന്റ് നേടുമ്പോൾ അതിന്റെ പുറകിലുള്ള ത്യാഗത്തിന് ഒരുപാട് പേർക്ക് പങ്കുണ്ടല്ലോ. ഒരുപാട് പേർക്കുണ്ട്. അവരെയും ഇവിടെ ഓർത്തതിൽ വളരെ. അതെ, അച്ഛനും അമ്മയാണ് മെയിനായിട്ട് ഇതിനകത്ത് ഒരു. പിന്നെ വേറൊരു കാര്യം, ഈ ജിമ്മിന് പോകാൻ പറ്റാത്തവർ അല്ലെങ്കിൽ പോകാൻ ആഗ്രഹമുണ്ടായിട്ടും മേ ബി പറ്റാതെ പറഞ്ഞ എക്സ്പെൻസീവ് ആണ്. എക്സ്പെൻസീവ് അല്ല, നോർമൽ നമ്മൾ ഇത് ചെയ്യുന്നവർക്ക് ചിലവർക്ക് സിറ്റുവേഷൻസ് അവരുടെ മോശമായിരിക്കും. അല്ലെങ്കിൽ വർക്ക് അവർ കഴിഞ്ഞിട്ട് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെ ഫേസ് ചെയ്യുന്നവരുണ്ട് ഒരുപാട്. അപ്പോൾ ഇനി ജിമ്മില്ലാതെ ഒരു സാധാരണ ഒരു വീട്ടിൽ നിൽക്കുന്ന ഒരാൾക്ക് ജിമ്മില്ലാതെ അയാളുടെ ബോഡി അത്യാവശ്യം ഒന്ന് കൺട്രോൾ ചെയ്ത് വലിയ ഫാറ്റൊന്നും ഇല്ലാതെ അത്യാവശ്യം ഹെൽത്തി ആയിട്ടിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു അഡ്വൈസ് ചോദിക്കാനും ഇതിൻ്റെ അടുത്ത് എന്തൊക്കെ നമ്മുടെ ഫുഡിൽ മാറ്റം വരുത്തണം, എന്തൊക്കെ ചെയ്യണം? ഓക്കെ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു പ്രോപ്പർ സ്ലീപ്പ്. നമുക്ക് ആദ്യം നല്ലൊരു റിക്കവറി, ബോഡി റിക്കവറിക്ക് കാര്യങ്ങളായിട്ട് നല്ലൊരു ഉറക്കം കണ്ടെത്താൻ ശ്രമിക്കണം. അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത് മാക്സിമം ഷുഗർ ഇൻടേക്ക് കുറച്ച് നിർത്താം. ഫുള്ളി കട്ട് ചെയ്യണമെന്ന് ഞാൻ ആരോടും പറയത്തില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ ഷുഗർ ഇൻടേക്ക് കുറച്ച് നിർത്താം. യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻസിൽ ചായ, കോഫി അങ്ങനെയുള്ള സാധനങ്ങളിൽ മാത്രം കുറച്ച് ക്വാണ്ടിറ്റി ചെയ്യാം.
അതുപോലെ ഓയിലി അല്ലാത്ത ഫുഡ് കൺസ്യൂം ചെയ്യാൻ നോക്കുക മാക്സിമം. ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ചിക്കൻ, ഫിഷ്, മീറ്റ് എല്ലാം കഴിക്കാം. പക്ഷേ ഇതൊക്കെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അതുപോലെ കഴിക്കുന്ന ഫുഡിൻ്റെ ക്വാണ്ടിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. കൂടുതലും വെജിറ്റബിൾസ്, അതുപോലെ ഫിഷ്, മീറ്റ് എല്ലാം കൺസ്യൂം ചെയ്യാം. പ്ലസ് റൈസ് തന്നെയാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. എല്ലാവരും തെറ്റിദ്ധാരണയാണ് ചോറ് മാറ്റി നിർത്തി ചോറ് കഴിക്കാതിരുന്നുകൊണ്ട് വണ്ണം കുറയുന്നുള്ളത്. ഒരിക്കലും അല്ല. ചോറ് നമ്മുടെ ഒരു നല്ല സോഴ്സ് ഓഫ് കാർബാണ്. അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സിംപ്ലി പറയുവാണെങ്കിൽ ചോറ് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവും, ഈ ചപ്പാത്തി പെട്ടെന്ന് ഡൈജസ്റ്റ് ആവത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും വണ്ണം കുറയ്ക്കാൻ വേണ്ടി ചോറ് മാറ്റി ചപ്പാത്തിയിലോട്ട് വന്നത്. പക്ഷേ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 3-4 ചപ്പാത്തി തിന്നുന്നത് നമ്മളൊരു പ്ലേറ്റ് ചോറ് തിന്നുന്നതിന് തുല്യമായിട്ടുള്ള ന്യൂട്രീഷൻസ് ഒക്കെ ഉള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല. ആൾക്കാർക്ക് പൊതുവെ ഈ പറഞ്ഞ് കേട്ട് വന്നേക്കുന്ന കാര്യങ്ങൾ ഇപ്പോഴും മുന്നോട്ട് ഫോളോ ചെയ്ത് കൊണ്ടുപോകണം. ചോറ് മാറ്റി നിർത്തുക, ചപ്പാത്തി കഴിക്കുക, വണ്ണം കുറയ്ക്കുക. അങ്ങനെയാണ് പൊതുവെ പറയുന്നത്. അപ്പോൾ നമ്മൾ ചോറിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് വയ്ക്കുക. ചോറ് തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. ചോറിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് വയ്ക്കുക. കറികൾ കൂടുതൽ എടുക്കാൻ നോക്കുക, മീൻസ് വെജിറ്റബിൾസ് കാര്യങ്ങൾ. അതിൻ്റെ കൂടെ പ്രോട്ടീനായിട്ട് നമുക്ക് ചിക്കനോ ഫിഷോ എഗ്ഗോ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾ കഴിക്കുന്ന ഫുഡിൽ നോക്കേണ്ടത് കാർബോഹൈഡ്രേറ്റ്, ചോറ്, പ്രോട്ടീൻ ഇൻടേക്കിന് വേണ്ടിയിട്ട് ചിക്കനോ ഫിഷോ ഈവൻ മുട്ടയോ അങ്ങനെ എന്തെങ്കിലും. ഇപ്പം പയർ നമ്മൾ മുളപ്പിച്ച് കഴിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കുക്ക് ചെയ്ത് കഴിക്കാനേ സജസ്റ്റ് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ഏത് ഫുഡായാലും അത് കുക്ക് ചെയ്തെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രോപ്പർ ന്യൂട്രീഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ മുളപ്പിച്ച് കഴിക്കുന്നതിനെക്കാട്ടി കൂടുതലായിട്ട് നമുക്ക് വൈറ്റമിൻസും കാര്യങ്ങളും എല്ലാം, അല്ലെങ്കിൽ ഒരു കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഫുള്ളായിട്ടുള്ള ന്യൂട്രീഷൻ കുറച്ചുകൂടെ ഡൈജസ്റ്റ് ആവുന്ന രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കുക. ഓയിൽ അവോയ്ഡ് ചെയ്യുക, ഷുഗർ അവോയ്ഡ് ചെയ്യുക. എല്ലാവരും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. അപ്പോൾ അതാണ് ഒരു അഡ്വൈസ് കൊടുക്കാൻ പറ്റും. തീർച്ചയായും. അപ്പോൾ അർജുൻ പറഞ്ഞതിലൂടെ എനിക്ക് തോന്നുന്നു ജിമ്മിൽ വരാതെയും ഡയറ്റ് ചെയ്ത് ഒരു ആരോഗ്യത്തിലെത്താനുള്ളൊരു അഡ്വൈസും കൂടെ. ഡയറ്റ് മീൻസ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനെ ഡിപ്പെൻഡ് ചെയ്ത് ഫോളോ ചെയ്ത് പോവുക. ഇപ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുമെന്ന് വരില്ല. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങൾ പോലും നമ്മൾ നോക്കി കഴിച്ചാൽ മതി, നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത്. പക്ഷെ നമ്മളെല്ലാരും കൊണ്ടൊന്നും നടക്കുന്ന കാര്യമല്ല. നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മൾ ഈ പറഞ്ഞ മെന്റൽ കൺട്രോൾ ഇല്ലെങ്കിൽ പറ്റില്ല, ഒരിക്കലും പറ്റത്തില്ല. ശ്രമിച്ചാലും നടക്കാത്തൊരു കാര്യമാണ്. പിന്നെ നമ്മൾ ഈ 3 നേരം ആഹാരം എന്നുള്ള ഒരു ഇത് മാറ്റി ആ ഒരു 3 നേരം വയറ് നിറച്ച് ഫില്ലാക്കി കഴിക്കുന്ന ആ ഒരു സംഭവം മാറ്റിയിട്ട് നിങ്ങൾ കഴിക്കുന്ന ക്വാണ്ടിറ്റി കുറയ്ക്കുക. നിങ്ങൾക്ക് ഇടയ്ക്ക് വിശക്കുമ്പം ഒരു സാലഡോ ഒരു സീസണൽ ഫ്രൂട്ടോ അവൈലബിൾ ആയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും കഴിക്കുക. നമ്മൾ ഇത്രയും നേരം നിന്നതൊരു നാഷണൽ അത്ലറ്റിൻ്റെ ഒപ്പമാണ്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ജിമ്മിനെ പറ്റി, ഈ കടന്നു വന്ന വഴിയെപ്പറ്റി, ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലിനെ പറ്റി, നമ്മുടെ ജീവിത രീതിയെ മാറ്റുന്ന ചില അഡ്വൈസ്, ടിപ്സ് എന്നൊക്കെ പറയാം. അപ്പോൾ ഇത്രയും സമയം ഇതൊക്കെ പറഞ്ഞു തന്ന് ഞങ്ങളുടെ പ്രേക്ഷകരെ, നമ്മുടെ നാട്ടുകാരെ സന്തോഷിപ്പിച്ച് ഇത്രയും നേരം കൂടെ നിന്ന നിതിന് അപ്പ TV വോയിസ് ഓഫ് വള്ളികുന്നത്തിൻ്റെ നന്ദി. താങ്ക് യു സോ മച്ച്.